സോ ഹേ ഗൈസ്, അപ്പോൾ രാവിലെ എണീറ്റതേ ഉള്ളൂ. ഞാൻ പല്ല് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇപ്പോൾ അത് നിർത്തിയിട്ടാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ പല്ല് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചെറിയൊരു സാധനം ചേട്ടൻ എടുത്ത് ഞാൻ പല്ല് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു ക്രേസിയസ്റ്റ് തിങ് കണ്ടായിരുന്നു. ഞാൻ അറിയാണ്ട് ഞാൻ വടിയും കൊണ്ടൊന്ന് അടിച്ചതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ വേണമെന്ന് പറഞ്ഞാൽ അടിച്ചതല്ല, പക്ഷെ അതിൻ്റെ പുറകിൽ വലിയൊരു കാര്യം ഇരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. ഞാൻ അറിയാണ്ടാണ് ഞാൻ അടിച്ചത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം അതെന്താന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് നോക്കി നിങ്ങൾ. ഇപ്പം കാണിച്ചു തരാം കേട്ടോ. സോ ഗൈസ്, ഇതിൽ കയറി പോവാം. സംഭവം എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ അറിയാണ്ട് പറ്റി പോയതാണ് ഗൈസ്. എന്തായാലും കാണുന്നുണ്ടോ? ഇത് കണ്ടോ? ഇത്രയും മുട്ട. ഞാൻ ആ കോഴിനെയും കൂടി കാണിച്ചു തരാം കേട്ടോ. ഇത്രയും മുട്ട ഗൈസ്. 5, 2, 4, 6, 8, 10 മുട്ട ഗൈസ്. സ്ഥലം നോക്കിക്കോട്ടെ. ഞാൻ എന്നിട്ട് ആ കോഴിനെയും കൂടി കാണിച്ചു തരാം. സത്യം പറഞ്ഞ ശരിക്കും അറിഞ്ഞില്ലായിരുന്നു. ഈ വടി കണ്ടോ? ഈ വടി കൊണ്ട് ഞാൻ പല്ല് വെച്ചിട്ട് ഈ തൊട്ടവാടി ഇങ്ങനെ അടിക്കുമ്പോൾ ഇങ്ങനെ ഇതായി പോകുന്നു. എങ്ങനെ അടിച്ച് വന്നാണ്. ഇവിടെയും കണ്ടപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ മുകളിൽ ഒരു അടി. ഒരു അനക്കം നിലവിളിക്കുന്ന പോലും ഇല്ല, അനക്കം മാത്രം കേൾക്കണുള്ളൂ. എന്നിട്ട് ഇങ്ങനെ പോണു. കോഴിയായിരുന്നു. ഞാൻ എന്നിട്ട് ഇങ്ങനെ എത്തി നോക്കിയപ്പോൾ ഇത് മുട്ട കണ്ട സൈഡിൽ അങ്ങനെ മുട്ട ഉണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എടുത്തതാണ് കേട്ടാ. സംഭവം ഞാൻ അറിഞ്ഞു പോലും. ഞാൻ ഒന്ന് ഓങ്ങി അടിച്ചാണെങ്കിൽ മുട്ടയും പോയി കോഴിയും പോയി എല്ലാം പോയി. മെല്ലെ അടിച്ചോണ്ട് രക്ഷപ്പെട്ടു. ഈ സ്ഥലം കണ്ട. പക്ഷെ ആ കോഴി ഉണ്ടല്ലോ, അത് ആ വീട്ടിലത്തെ കോഴിയാണ്. ആ കോഴി വന്ന് ഇവിടെ മുട്ടയിടുന്നത് കണ്ട. ഈ സ്ഥലത്താണ് മുട്ടയിടുന്നത് ഗൈസ്. നേരത്തെ മുട്ട കണ്ടില്ലായിരുന്ന? ആ മുട്ടയിട്ട മുടുക്കത്തി ഇതാണ്. ഈ മുടുക്കത്തിയാണ്. അതിൽ എണീറ്റപ്പോ ഇതായിരുന്നു കണ്ടത്. ആ കറുത്ത കോഴി. അപ്പോൾ രാവിലെ എണീറ്റതേ ഉള്ളൂ. രാവിലെ എണീറ്റ് പല്ല് വെച്ചോണ്ടിരിക്കുമ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്, അതുകൊണ്ട് എടുത്താൽ. ശരി എന്നാൽ ടാറ്റാ.